ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൽ ട്രീ ഹൗസ് വില്ലേജ് എന്ന പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ജംഗിളിലുള്ളൊരു ഭയമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ട്രീ ഹൗസ് വില്ലേജ് എന്നതിൽ കുറച്ച് ബിൽഡിങ്ങിൻ്റെ ഐഡിയാസൊക്കെ എൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മളിവിടെ ഓൾറെഡി ഒരു ബോണസ് ചെസ്റ്റ് നമ്മൾ ഓണാക്കിക്കൊണ്ട് ഫസ്റ്റ് തന്നെ ഇതിൽ നിന്ന് കുറച്ച് റിസോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വുഡൻ ആക്സ് ഉണ്ട്, ഒരു വുഡൻ പിക്കാക്സ് ഉണ്ട്, പിന്നെ കുറച്ച് ലോഗും 2 ബ്രെഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം നമുക്ക് കയ്യിലെടുക്കാം. വുഡൻ ആക്സ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചെസ്റ്റും 2 ടോർച്ചും കൂടെ വെറുതെ കണ്ടോ, അതും കൂടി പൊട്ടിച്ച് കൈക്കിലാക്കാം. ഓക്കെ, സോ ഇനിയൊരു ബെഡ് വേണം. അപ്പോൾ നമ്മുടെ ഭാഗത്തിന് ഇവിടെ ഓൾറെഡി ഷീപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഷീപ്പിനെ നമുക്ക് തല്ലുവല്ല. ഓക്കെ, നമുക്ക് ഒരു ഊള് കിട്ടി. അങ്ങനെ ഇവിടുത്തെ കുറച്ച് മെലനുണ്ട്, അതും നമുക്ക് കൊണ്ടുപോകാം. കാരണം ഫുഡ് ഇവിടെ വേറെ ഇല്ല. അപ്പോൾ കുറച്ച് അധികം മെലൺ നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഷീപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനെയും കൊന്നുകൊണ്ട് ഊള് കിട്ടുമൊക്കെ. ഓക്കെ, ഇതും ഒരു ഊള് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ മീനുക്കുട്ടിനെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനെ ടൈം ചെയ്ത് കണ്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ഉണ്ടാവും, ബിൽഡ് ചെയ്യുന്നിടത്തേക്ക്. സോ കുറച്ച് ആദ്യം മെലൺ സീഡ് നമുക്ക് ആദ്യം ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, 10 മതിയാന്ന് തോന്നണേ. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ മീനുകുട്ടിനെ കാണാനില്ലല്ലോ. ഇവിടെ മരത്തിൻ്റെ മേലുള്ളിലുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ എവിടെയും കാണുന്നില്ലല്ലോ. മരത്തിൻ്റെ മേലെ ഇനി ഉണ്ടാകുന്ന ഇവിടെ കാണുന്നില്ല. ഇവിടെ ഈ കുഴി പോയാ കാണില്ല. ഇത് ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ തോന്നുന്നുണ്ട് ഇവിടെ മരത്തിൻ്റെ മേലെ ഉണ്ട് എന്നാണ്. അതാക്കണു ആ സൈഡിൽ 2. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ ആദ്യം പില്ലറപ്പ് ചെയ്തുകൊണ്ട് മേലെ കയറിക്കൊണ്ട് ഇതിനെ ടൈം ചെയ്യാം. നമ്മൾക്ക് ഓൾറെഡി ബ്ലോക്കൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ കുറച്ച് പ്ലാങ്കും ഉണ്ട്, ലോഗുണ്ട്, അത് വെച്ച് പില്ലറപ്പ് ചെയ്യാം. ആകപ്പാടുള്ള കൈക്കിലുള്ള ബ്ലോക്ക് വെച്ച് പില്ലറപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ടൈം ആവുന്ന 10 ടൈം ആയാൽ മതിന്. ഓക്കെ, നമ്മുടെ ഭാഗ്യമുണ്ട്. ഒറ്റ സീഡ് എടുത്തപ്പോൾ ഇതിന് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് പൊട്ടിച്ച് താഴത്തേക്ക് ഇറങ്ങാം. ടൈം ആയതുകൊണ്ട് അത് നമ്മളടുത്തേക്ക് പറന്നു വന്നോളും. അത് പൊട്ടിച്ച് താഴെ എത്തിയിട്ട് അത് പറന്ന് വരും നോക്കാം. എന്നിട്ട് വന്നിട്ട് നമുക്ക് നമ്മളെ തോളിലിരുത്താം. ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അവിടെ തന്നെ വട്ടം കറങ്ങണമല്ലോ. ഇത് അടിയിക്കൊണ്ട് പറന്ന് വരണല്ലോ. കുറച്ച് ഇങ്ങോട്ട് മാറി നോക്കാം. അപ്പോൾ വരുമോ കരം ഇവിടെ കുയ്യാലേ. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് പോയി നോക്കാം. ഇവിടെ ചെറിയൊരു കേവ് നിറച്ചില്ല. ഇവിടെ എന്തെങ്കിലും അയണോ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അതും കൂടി മൈൻ ചെയ്ത് കൊണ്ട് നമുക്ക് കൊണ്ടുപോകാമല്ലോ. കോൾ അവിടെ ഉണ്ട്. ഓക്കെ, മീനുക്കുട്ടി ഇന്നൊന്നും അങ്ങനെ ഇറങ്ങും തോന്നണില്ല. നമുക്കറിയാം ഇവിടെയുള്ള കോളൊക്കെ നമുക്ക് മൈൻ ചെയ്തെടുക്കാം. 6 കോള് ഒന്നേ ഉള്ളൂ. അല്ലേ നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. എന്നിട്ട് സ്റ്റോൺ ടൂൾസ് ഇവിടെ നിന്ന് തന്നെ ആക്കാം. ആരോടെ കോളില്ലല്ലോ. ഈ ഡ്രിപ്പ് സ്റ്റോണും ഇതൊക്കെ കുറച്ചെടുക്കാം. മീനുകുട്ടി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ തോളത്തേതാപ്പോൾ മീനുകുട്ടി ഉണ്ട്. ഈ ഡ്രിപ്പ് സ്റ്റോണൊക്കെ എടുക്കാം. നമുക്ക് ലാവ ഫാമോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ആവശ്യം വരും. പിന്നെ ഇതും തപ്പി വേറെ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചുണ്ട് കൈക്കപ്പത്തിനടുത്തേക്കാം.
ഇവിടെ നല്ല വലിയ ട്രിപ്സ് വേണ്ട. അപ്പോൾ ഇത് പൊട്ടിക്കാം, ഇതും കൂടി പൊട്ടിക്കാം. വേറെ ഇനിയിപ്പോൾ കോളോ വല്ലതും ഉണ്ട് അവിടെ സൈഡിലൊന്നും കാണില്ല. അവിടെ ഒരു അയൺ കാണുന്നുണ്ട്. സോ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് അയൺ പിക്കാക്സും ആക്സും ഉണ്ടാക്കാം. നമുക്ക് അവിടെ കണ്ട അയൺ നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആക്സ് കൊണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇത് പൊട്ടിച്ചെടുക്കാം. അവിടെയാണ് നമ്മുടെ അയൺ കണ്ടത്. അതും കൂടി മൈൻ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. 1 ഓക്കെ, ഒന്നും കൂടി ഉണ്ട്. 2 ഇനിയുണ്ട്. 3 4 5 6 7 ഓക്കെ. അപ്പോൾ 7 അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള അയണൊക്കെ തന്നെ അയക്കണം. സോ ഇനിയിപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടുത്തെ ഈ കോപ്പറിന് കുറച്ച് ഉണ്ടാക്കുക. എന്തായാലും കോപ്പറിൻ്റെ ആർമറും ടൂൾസൊക്കെ ഉള്ളതല്ല. അപ്പോൾ അയണ് കിട്ടുന്നതിന് മുമ്പേയൊക്കെ നമുക്ക് കോപ്പറിൻ്റെ ടൂൾസ് ആർമറൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് നേരം നിൽക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ കോപ്പർ ഫുള്ളും എടുക്കാം. ആദ്യം കുറച്ച് മതി. അപ്പോൾ ഇവിടെയും കുറച്ചുണ്ട്. ഇതും കൂടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലത്ത് പോവാം. ഓൾറെഡി നമ്മുടെ സീഡ് മാപ്പിൽ ഇട്ടുകൊണ്ട് നോക്കീന്. സോ അപ്പോൾ നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. നമുക്ക് ആണ്ട് പോവാം. ഇതിനു മുമ്പ് ഇവിടുത്തെ ഈ കോപ്പറൊക്കെ മൈൻ ചെയ്തെടുക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇത്ര മതി. നമ്മൾ എത്ര കോപ്പറുണ്ട് നമ്മളൊക്കെ കിട്ടി നമുക്ക് നോക്കാം. ഓക്കെ, 62 ഉണ്ട്. അത് മതി. ടൂൾസ് ആർമർ ഉണ്ടാക്കുക തന്നെ മതി. കോപ്പർ പിന്നെ എന്തായാലും എപ്പോഴും കിട്ടണതാണ്. ആയതുകൊണ്ട് നമുക്ക് പോവാം. ഒന്ന് പില്ലറപ്പ് ചെയ്തേക്കാണ്ട് നമുക്കിനി ബേസ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അതൊരു പട്ടിക്കുട്ടി. നല്ല കാണാനുള്ള രസമുള്ള പട്ടിക്കുട്ടി തരാം. ഇപ്പോൾ ഇത് ആക്ഷൻ സ്റ്റാഫ് ഇട്ടുകൊണ്ടുള്ള ആയതാണോ അതോ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ ബേബി മോപ്സിലേക്ക് കുറച്ച് അപ്ഡേറ്റ് വന്നതാണല്ലോ. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ആയതുകൊണ്ട് അങ്ങനെ കാണാൻ രസമുള്ളത് ആയതാണോ എന്നറിയില്ല. എന്തായാലും മറ്റേ ബേബി മോപ്സിൻ്റെ ഏജിങ് സ്റ്റോപ്പ് ആക്കുന്ന ഒരു അപ്ഡേറ്റ് ഒന്നും ഉണ്ടല്ലോ. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബേസ് ഉണ്ടാക്കിയാണ്ട് നമുക്ക് അവിടെ കുറച്ച് ഇതേപോലെ ബേബി ഡോഗ്സിനൊക്കെ നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ബേസ് നമ്മുടെ സ്പോണിന് കുറച്ച് ദൂരത്തേക്കാണ്. ഒരു X300 അവിടെ പോകാം. ഇപ്പോൾ 100-ലാണ്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റ് തരാം. അങ്ങനെ നമ്മുടെ ബേസ് ഉണ്ടാക്കുന്ന ഐലൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ആ ഭാഗത്തായിട്ട് നല്ല ജംഗിൾ, നല്ല ഫോറസ്റ്റിൻ്റെ മാരാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ലക്കാണോ നമ്മുടെ അൺലക്കാണോ എന്നറിയില്ല. ഇവിടെ ഒരൊറ്റൊരു പാമ്പേ ഉള്ളൂ. നമുക്ക് ഈ സീരീസിൽ പാമ്പ് കുറേ വേണം. ഈ കിട്ടിയ പാമ്പ് നമുക്കിനി ഫാം ചെയ്തുകൊണ്ട് കുറേ ഉണ്ടാക്കണം. കയറണില്ലല്ലോ. ഇൻവെർട്ടറി ഫുള്ളായിക്കണം. ഒരു ഗോൾഡൻ ബൂട്ടുണ്ട് വെച്ചാൽ നമ്മൾ ഡേ നോക്കിയാൽ നമ്മൾ ഒരു നൈറ്റ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള സോംബിനെ കൊന്നപ്പോൾ കിട്ടിയതാണ് ആ ഗോൾഡൻ ബൂട്ട്. ഇവിടെ ആണെങ്കിൽ വേറെ ഒറ്റ പാമ്പും ഇല്ലേനും. ഓക്കെ, മീനക്കുട്ടീനെയും തോളെത്തിയിട്ട് കണ്ട് നമുക്ക് എന്തായാലും ആ ഫോറസ്റ്റിൻ്റെ നടുക്ക് സെൻറ്റർക്ക് പോവാം. എന്തായാലും അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഓക്കെ, നമ്മൾ ഏതാണ്ട് സെൻറ്ററെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു അവിടെ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും ഇവിടുത്തെ ഈ ജംഗിൾ ട്രീ നമുക്ക് മുറിച്ചിക്കൊണ്ട് തന്നെ മേലെ കയറിക്കാണ്ട് നമുക്ക് നോക്കാം അത് സെൻറ്ററാണോ അല്ലേ എന്ന്. ഇനി അതുപോലെ തന്നെ പറയാനുള്ളത് ഇവിടെ നൈറ്റ് എന്നോ ഇതോ ഡേ എന്നൊന്നുമില്ല. മോബ് ഇവിടെ സ്പോണാകുന്നതിന് ഒരു കണക്കില്ല. ഞാൻ കുറേ വട്ടം കറങ്ങി സോംബി സ്കെലട്ടനൊക്കെ സ്പോണായിട്ട്. എന്തായാലും ഇവിടെ നമുക്ക് നമ്മുടെ ചെസ്റ്റും ഇതൊക്കെ വെക്കാം. നമുക്ക് നമ്മുടെ ഇൻവെൻട്രി ക്ലീൻ ആക്കിക്കാണ്ട് ജംഗിൾ ട്രീ മുറിക്കാൻ നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ 2 ടോർച്ചേ ഉള്ളൂ. അപ്പോൾ കോള് വേറെ എക്സ്ട്രാ ഒന്നേ ഉള്ളൂ. കുറച്ച് ചാർക്കോൾ ഉണ്ടാക്കണം കാരണം ഇവിടെയൊക്കെ ലൈറ്റപ്പ് ചെയ്യാൻ. നമുക്ക് കിട്ടിയ പാമ്പ് ഇതേമാതിരി ഇതിൻ്റെ സൈഡിലും നട്ടേക്കുക. കാരണം ഈ സീരീസിൽ ഈ വില്ലേജ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പാമ്പ് വെച്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പാമ്പ് കുറേ വേണ്ടി വരും. നമുക്ക് കിട്ടിയതാണെങ്കിൽ ഒരു പാമ്പ് അല്ല 2 എണ്ണം കിട്ടി. അവിടെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വെറും 2 പാമ്പ് കിട്ടിയത്.
നമുക്കെന്തെങ്കിലും കുറച്ച് ആക്സൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് ഇവിടെ ചുറ്റുള്ള മരമൊക്കെ വെട്ടാൻ നോക്കാം. ഇവിടെ ഒന്നാമത് മരം ഉള്ളത് കൊണ്ടും ഡാർക്ക് ആയതുകൊണ്ടും മോബ് സ്പോണാവുന്നുണ്ട്, ഡേ ഒന്നും നൈറ്റൊന്നും ഇല്ലാതെ. എന്തേലും കുറച്ച് ആക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വരും ക്രീപ്പർ പറഞ്ഞിട്ടുള്ളൂ അപ്പം തന്നെ. ഇതാണ് ഇതുവരെയൊക്കെ ഞാൻ ചെയ്തിരുന്നത്. നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തും, മുറിച്ചാൻ പോകാൻ അതിൽ മോബ് സ്പോണാവും. പ്രത്യേകിച്ച് സോംബി സ്പോണാകുമ്പോൾ വിട്ട് കുറച്ചൊക്കെ ദൂരത്ത് സ്പോണായാലും നമ്മുടെ അടുത്തേക്ക് വരും. ഈ ക്രീപ്പർ സ്കെൽറ്റന്മാരില്ല. അപ്പോൾ അത് എടുത്തേക്ക് വരുമ്പോൾ അതിനെ കൊന്നുകൊണ്ട് എനിക്ക് നേരം വെക്കുമ്പോൾ തന്നെ അവ ഇരുത്തി സ്കെലട്ടണോ ഇതേമാതിരി ക്രീപ്പറൊക്കെ വല്ല സ്പോണാവും. അപ്പോൾ ഒന്നെങ്കിൽ ഇതിനെ കൊല്ലണം, അല്ലെ സ്കെലട്ടനൊക്കെ ആണെങ്കിൽ കൊല്ലാൻ പറ്റില്ലല്ലോ. അതിന് നമ്മളൊക്കെ ഷീൽഡും ഇല്ല ഇത് ഡിഫെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി കളിക്കന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കിട്ടിയ ഇത് രണ്ട് ടോർച്ച് ഇപ്പോൾ ഇവിടെ വെക്കാം. വലിയ ഉപകാരമില്ല, എന്തേലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെക്കാം. എന്തായാലും ഈ മരം നമുക്ക് മുറിക്കാൻ തുടങ്ങാം. എന്നിട്ട് ഇതിൻ്റെ മേലെ എത്തിക്കാണ്ട് അറിയാം ഇത് ശരിക്കും ഇതിൻ്റെ സെൻറ്റർ തന്നെയാണോ എന്ന്. സെൻറ്റർ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മൂഞ്ചി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വേൾഡിലേതാ ആദ്യത്തെ മരണവും സംഭവിച്ച്. അതും ആ കുട്ടിക്കുരിപ്പിൻ്റെ കൈ കൊണ്ട്, ആ ബേബി സോംബിൻ്റെ കൈ കൊണ്ട്. അത് വരണേ കുട്ടിക്കുരിപ്പ് പണ്ടാറം. നമ്മളെ ആക്സ് അതിൻ്റെ കയ്യിലുണ്ട്. നമ്മളെയൊക്കെ ഒരു പൊട്ടാനായ ആക്സ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇങ്ങോട്ട് കീറി നോക്കാം. ഒരു കീറിയിട്ടുണ്ട്. ആക്സും പൊട്ടി. അപ്പോൾ അടുത്തും ഇപ്പോൾ ചാവോന്നാവാം. ഇവിടെ പോയി തീ പിടിച്ച് ചത്തെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗോൾഡൻ ബൂട്ട് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത സോംബി അതവിടെ സ്പോൺ ആയിക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നൈറ്റ് പോലല്ല, ഡേ ആണ്. എന്നിട്ടും സോംബി സ്കെലട്ടനൊന്നും ഒരു പഞ്ഞില്ല. വെറുതെ സ്പോൺ ആയിക്കൊണ്ട് പണിയെടുക്കാൻ അയക്കണില്ല ടീങ്ങൾ. എന്തായാലും ഇപ്പോൾ ഇതിപ്പോൾ ഈ സ്യൂട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് ഇപ്പോൾ അത് കംപ്ലീറ്റ് ആക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമുക്ക് എന്തായാലും നോക്കാം. പെട്ടെന്ന് ഇവിടെ ഈ ഇരുത്തുള്ള കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയാൽ ഏതാണ്ട് ഈ മോബ് സ്പോൺ ആവുന്നത് കുറച്ചിങ്ങനെ കുറഞ്ഞോളും. എന്തായാലും നൈറ്റ് ആവാനായി തോന്നുന്നുണ്ട്. നമുക്ക് കിടന്നു പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഡേ ആവട്ടെ. ഓക്കെ, ചുറ്റധികം മോബ്സൊന്നുമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ബാക്കി പണി കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ മരത്തിൻ്റെ മേലെ എത്തിയിട്ട് ഞാൻ എന്തായാലും നമുക്ക് അപ്ഡേറ്റ് തരാം. സോ ഗായ്സ്, നമ്മൾ മുഞ്ചിരിക്കുകയാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഈ ഭാഗത്തും കുഴപ്പമില്ല. ഇപ്പുറത്തേക്ക് വന്നാലും കണ്ട ഇത് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണേനു. ഏതാണ്ട് സെൻറ്ററത്തെ ആ മരം അതാണ് ഏറെക്കുറെ സെൻറ്റർ തോന്നുന്നത്. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ഒന്നുകൂടി നോക്കാം അത് തന്നെയാണ് സെൻറ്റർ എന്ന്. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് എല്ലാം ഇറങ്ങാം. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും ബാക്കി ഇനി അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം ഇതിന് ചുറ്റുള്ള ചെറിയ ചെറിയ മരങ്ങൾ വെട്ടിക്കൊണ്ട് ഇവിടുത്തെ ഈ ഡാർക്ക്നെസ് മാറ്റിക്കൊണ്ട് നമ്മുടെ ഹോസ്റ്റൽ മോബ്സിൻ്റെ സ്പോൺ കുറക്കാം. എന്നിട്ട് ഈ വലിയ മരം വെട്ടാം. ഓക്കെ, ഞാനങ്ങനെ ഈ കുറച്ചൊക്കെ ഒന്ന് ഫോറസ്റ്റ് വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി ഇവിടെയൊക്കെ ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട് മോബ് സ്പോൺ ആവാതിരിക്കാൻ. പക്ഷെ അതൊന്നും വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഒരു ക്രീപ്പർ പൊട്ടിയും ഇതേമാതിരി ഇപ്പുറത്തും വേറൊരു ക്രീപ്പർ പൊട്ടിക്കണം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നുള്ള കണ്ട ആ മരത്തിൻ്റെ അവിടെയൊക്കെ ഡാർക്ക് ആയതുകൊണ്ട് അവിടെ നിന്നൊക്കെ മോബ് സ്പോൺ ആയിക്കാണ്ട് ഇങ്ങോട്ട് വരാണ്. ഞാൻ അവിടെ പണിയെടുക്കുമ്പോൾ കാണാം ബാക്കിൽ ഓരോ സോംബിയും ക്രീപ്പറൊക്കെ വരുന്നത്. പിന്നെ അതേമാതിരി ഇവിടെ നമ്മുടെ വേൾഡിൽ ആദ്യത്തെ വാണ്ടറിങ് ടയർ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇപ്പം തരണില്ല. എന്തായാലും ഇവിടെ നിന്നോട്ടവന് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എൻ്റെ ലീഡ് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇവിടെ എടുത്തുള്ള ഈ ചെറിയ ചെറിയ മരം ഒന്നും കൂടി കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെട്ടി കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കുക. അതുപോലെ ആ വലിയ മരം വെട്ടാണ്ട് പിന്നെ ഈ ടോർച്ചൊക്കെ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോഗ് ഞാൻ സ്മെൽറ്റ് ചെയ്ത് കണ്ട് ചാർക്കോളാക്കി കേട്ടോ. അതുകൊണ്ടാണ് ടോർച്ചൊക്കെ ഉണ്ടാക്കി ഇവിടെയൊക്കെ വെച്ചത്. പക്ഷേ വെച്ചൊന്നല്ലാതെ മോബ് സ്മോൾ ആവുന്നതിനൊന്നും കുറണില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വെട്ടതാണ് ലോഗൊക്കെ ഇവിടെ ചെസ്റ്റിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയുള്ള മരമൊക്കെ ഒന്നുകൂടി വെട്ടിക്കാണ്ട് ഒന്നും കൂടി സ്പേസ് ഉണ്ടാക്കണം. അപ്പോൾ എന്തെങ്കിലും ഇനി വല്ലതും കണ്ടാൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ചെറിയൊരു അപ്ഡേറ്റ് തരാം. നമ്മുടെ സ്പോണിൻ്റെ അവിടെ നിന്ന് എടുത്ത അയനൂറുണ്ടല്ലോ, അതൊക്കെ ഞാൻ സ്മെൽറ്റ് ചെയ്ത് കണ്ട്
റെഡിയാക്കിക്കണു. അതുപോലെ തന്നെ അതിലിപ്പോൾ കോപ്പർ സ്മെൽട്ട് ചെയ്യാൻ വെച്ചിരിക്കണു. ഇതിപ്പോൾ അയൺ സ്മെൽട്ട് ചെയ്ത് എന്തിനാ വെച്ചാൽ നമ്മൾ 2 ആക്സ് ഉണ്ടാക്കാനാണ്. അതെ, എല്ലാവരും അയൺ കൊണ്ട് ഫസ്റ്റ് ഉണ്ടാക്കേണ്ട പിക്കാക്സാണ്. പക്ഷേ നമ്മൾ ഈ വേൾഡിൽ 2 ആക്സാണ്, അയൺ ആക്സാണ് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത്. ഒരു വെറൈറ്റി അല്ല, ഈ സ്റ്റോൺ ആക്സ് കൊണ്ട് ഒന്നും നടക്കണില്ല. 2-3 മരം വെട്ടുമ്പോൾ തന്നെ പൊട്ടി പോവാണ്. അപ്പോൾ പിന്നെ അയൺ ആക്സ് ആക്കാമെന്ന് വിചാരിച്ചു. സോ എന്തായാലും ഇനി ബാക്കിയും കൂടിയും വെട്ടി കുറച്ച് സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഓക്കെ, ഞാനങ്ങനെ ഇവിടുത്തെ മരമൊക്കെ വെട്ടിക്കൊണ്ട് കുറച്ചൊക്കെ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മുമ്പേ നമ്മുടെ ഇൻവെൻട്രിയിലുള്ള ഇതൊക്കെ ചെസ്റ്റിലേക്ക് ആദ്യം വെക്കട്ടെ. പിന്നെ ഇതിന് നമുക്ക് ഒരു രണ്ട് സ്റ്റാക്ക് ലോകത്ത് കണ്ട് നമ്മുടെ സ്റ്റോറേജ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ചെസ്റ്റ് ആദ്യം ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം പ്ലാങ്ക് കുറേ കണ്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഈ പ്ലാങ്ക് എടുത്ത് കുറേ ചെസ്റ്റും ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളതൊരു 30 ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി സ്റ്റോറേജിൻ്റെ പണി തുടങ്ങുക. ആദ്യം നമുക്കൊരു സൺഡ്രൈക്ക് ഉണ്ട്. ജസ്റ്റ് ഒരു 125, അതുമാതിരി എക്സ് ഒരു 375 ഇതാക്കാം നമുക്ക് സൺഡ്രൈ. അത് ഏറെക്കുറെ സൺഡ്രാണ്. ഇനി ഇതിൻ്റെ മേലെ ഒരു ബ്ലോക്ക് വെക്കാം. നമ്മൾ അതിന് ഡേർട്ട് കയ്യിലെടുക്കാം. ഇതിൻ്റെ നേരെ മേലെ ഒരു ബ്ലോക്ക് വെക്കുക. 1 മതി, 2 വേണ്ട, പൊട്ടിച്ച. എന്നിട്ട് ഈ വെച്ച ഡേർട്ടിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് കണ്ട് അപ്പുറത്തൊരു ഡബിൾ ചെസ്റ്റ് വെക്കുക. ചിലതാ ആദ്യം നമുക്ക് ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വെക്കണം. പിന്നെ ആദ്യം ചെസ്റ്റ് വെക്കുക 1, പിന്നെ ഇതിന് മേലെ ഒരു ഡബിൾ ചെസ്റ്റ്, ഇതിന് നേരെ അപ്പുറത്തും ഒരു ഡബിൾ ചെസ്റ്റ് വെക്കുക. പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്തും ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും ഡബിൾ ചെസ്റ്റ്, ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ്. പിന്നെ ഇതേപോലെ തന്നെ ഈ ബ്ലോക്കിൻ്റെ ബാക്കിലും ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് കണ്ട് ഡബിൾ ചെസ്റ്റുകൾ വെക്കുക. ഇവിടെ ഒരു ചെസ്റ്റ്, ഇവിടെ ഒരു ചെസ്റ്റ്, പിന്നെ ഇത് ഡബിൾ ചെസ്റ്റ് ആക്കുക, ഇതും ഡബിൾ ചെസ്റ്റ് ആക്കുക. പിന്നെ ഈ വെച്ച ഡബിൾ ചെസ്റ്റിൻ്റെ നേരെ മേലേക്ക് 2 ഡബിൾ ചെസ്റ്റും കൂടി വെച്ചാൽ ഒരു സ്ഥലത്ത് മൊത്തം 3 ഡബിൾ ചെസ്റ്റ് വെക്കുന്ന രീതിയിൽ നമുക്കാദ്യം ഇത് വെക്കാം. നമുക്ക് 2 ചെസ്റ്റ് വെച്ച് ഇതെല്ലാം ഡബിൾ ചെസ്റ്റ് ആക്കാം. സ്നീക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിൻ്റെ മേലെ 2 ചെസ്റ്റ്, 2 ഡബിൾ ചെസ്റ്റ് ആക്കി, 2 ഡബിൾ ചെസ്റ്റ്. സോ ഇതേപോലെ തന്നെ ഇപ്പുറത്തും സ്നീക്ക് ചെയ്യുക, 2 ചെസ്റ്റ് വെക്കുക, 2 ഡബിൾ ചെസ്റ്റ് ആക്കുക, ഇപ്പുറത്ത് 2 ചെസ്റ്റ്. എന്തായാലും ഇത് ഫുള്ളും വെച്ചിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ വെച്ച ചെസ്റ്റിൻ്റെ അലൈൻമെൻറ്റ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഒന്നുള്ളത് 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് കണ്ടാണ് വെക്കേണ്ടത്. 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് കണ്ട് നമ്മൾ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഇതില്ല വെച്ചാൽ പുറത്തു കൂടി വെക്കണ ഈ സർക്കിള് ഒന്ന് റെഡി ആവണില്ല, ഒരു വലുതാവണില്ല. അതിന് ചെറിയൊരു ഇതിൻ്റെ മാതിരി. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വലിയ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ സർക്കിൾ ചുറ്റും വെച്ചു. അപ്പോൾ ഉള്ളിലാണെങ്കിൽ കുറേ സ്പേസും. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് നേരെ മൂലക്കൊക്കെ നീക്കി. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഈ സർക്കിൾ മേലേക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഈ താഴത്തെ ഇതുണ്ടല്ലോ ഈ സ്റ്റോറേജ് സിസ്റ്റം, അതേപോലെ ഒന്ന് മേലെ പിന്നെ ഇങ്ങനെ മേലേക്ക് ഉണ്ടാക്കണം. ഓരോ തട്ടായിക്കൊണ്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ എന്തായാലും ഞാൻ അതൊക്കെ റെഡി ആക്കിയിട്ട് എനിക്ക് അപ്ഡേറ്റ് തരാം. സോ ഗായ്സ്, നമ്മൾ സ്റ്റോറേജ് ഏരിയ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 2 തട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ടൈമായി, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇതിൻ്റെ സൈഡൊക്കെ അതായത് അങ്ങനെ ഇപ്പോൾ ഇത് കാണാൻ ഒരു പ്ലെയിൻ ഒരു കുഴൽ മേലേക്ക് പോകണ പോലത്തെ തോന്നും. പക്ഷെ നമുക്ക് ഫുള്ളാക്കിയിട്ട് സൈഡൊക്കെ ഡെക്കറേഷൻ വെച്ചേക്കാണ്ട് സെറ്റാക്കാം. അവിടെ ഉള്ളത് അങ്ങനെയാണ്. ഇവിടെ ഫുള്ള് ജസ്റ്റ് നമ്മൾ ഡബിൾ ജസ്റ്റ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മേലൊക്കെ ഹോളുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെതറിലുണ്ടല്ലോ ഒരു മറ്റേ നീല വുഡിലുള്ള വള്ളി, വാർപ്പിഡ് ഫോറസ്റ്റിലുള്ള വള്ളി, ആ വൈന് കൊടുന്നുകൊണ്ട് ഇവിടെ വെക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പിടിച്ചുകൊണ്ട് മേലേക്ക് കയറാച്ചിട്ട്.
സോ അതിൻ്റെ മേലെ കയറിയാൽ ഇവിടെ ഇതേമാതിരി നമ്മൾ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തും കുറേ സ്ഥലമുണ്ട്, പക്ഷേ ഇവിടെ നമുക്കാണെങ്കിൽ ചെസ്റ്റ് വെക്കാം. ഇവിടെ ഡബിൾ ചെസ്റ്റ് ആക്കിയിട്ടില്ല, അതൊക്കെ നമുക്ക് ഓഫ്ലൈനിൽ വെച്ചുകൊണ്ട് ഡബിൾ ചെസ്റ്റ് ആക്കാം. പിന്നെ ഇതിൻ്റെ മേലേക്ക് കയറിയാൽ ഓക്കെ ഒന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ മേലേക്ക് കയറിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഉള്ള കറൻറ്റ് ഹൈറ്റ് ഏകദേശം ഇത്ര ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മേലേക്ക് ഇനി ഒരു 3-4 തട്ടും കൂടി വരും. അപ്പോൾ ഏകദേശം ഒരു വലിയ മരത്തിൻ്റെ അത്ര ഹൈറ്റ് വരുമെന്ന് വിചാരിക്കുന്നു. ആ കാണുന്ന ജംഗിൾ ട്രെയിൻ്റെ ഒക്കെ ഹൈറ്റ് വന്നാൽ മതി. അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ഗായ്സ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ മുഴുവനായി കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയുമായി നമുക്ക് പിന്നെ വരാം. ഓക്കെ, ബൈ.